നമസ്കാരം. അറബി ദിസ് വീക്കിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. പഴകിയ തുണിത്തരങ്ങളെല്ലാം ശേഖരിച്ച് ആഫ്രിക്കയിലുള്ള അർഹരായ ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു പറ്റം ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കഥയിലേക്കാണ് കടക്കുന്നത്. യുഎയിലുള്ള ബൈറ്റ്സ് എന്ന ഭിന്നശേഷിക്കാരായ കുട്ടികളുടെയും മാതാപിതാക്കളുടെയും കൂട്ടായ്മയാണ് ഇത്തരമൊരു പ്രവൃത്തിക്ക് പിന്നിൽ. സഹജീവി സ്നേഹത്തിൻ്റെയും ചേർത്ത് പിടിക്കലിൻ്റെയും ആ ഒരു വ്യത്യസ്തമായ കഥ അറിയണം നമ്മൾ. മറ്റൊരിടത്തും കാണാനാകാത്ത സ്നേഹത്തിൻ്റെ ചേർത്ത് പിടിക്കലിൻ്റെ വ്യത്യസ്തമായ കഥയാണിത്. ലോകത്തിൻ്റെ ഒരു കോണിൽ ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് വസ്ത്രങ്ങൾ എത്തിക്കുക, അവരുടെ മുഖത്ത് പുഞ്ചിരി നിറയ്ക്കുക. ഭിന്നശേഷിക്കാരായ ഈ കുരുന്നുകൾ ശ്രമിക്കുന്നത് അതിനായാണ്. അതെ, യുഎയിലുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികളുടെയും അവരുടെ മാതാപിതാക്കളുടെയും ഒരു കുഞ്ഞു കൂട്ടായ്മയായ ബൈറ്റ് ഇവിടെ പുതുചരിത്രം എഴുതുകയാണ്. ഈ കുട്ടികൾ ഇവിടെ ഏകദേശം 40ഓളം കുട്ടികൾ ചേർന്നിട്ട് അവരും അവരുടെ പേരൻസും വോളണ്ടിയേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് യൂസ്ഡായിട്ട് ക്ലോത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്ലോത്തുകൾ. ഇപ്പോൾ നമ്മളെല്ലാവരും വീട്ടിൽ പല ഡ്രസ്സ് മേടിക്കും, കുട്ടികൾക്ക് മേടിക്കും. അവരൊക്കെ വലുതാവുമ്പോൾ നമുക്ക് ഒരു വർഷം കൊണ്ട് ചിലപ്പോൾ കുട്ടികൾക്കത് പിന്നെ ഫിറ്റ് ആവാതിരിക്കും, പിന്നെ അത് യൂസ് ചെയ്യാറില്ല. അതുപോലെ നല്ല നല്ല ക്ലോത്തുകൾ അത് മേടിച്ച് നന്നായിട്ട് ഉണക്കി നന്നായിട്ട് ക്ലീൻ അയണിങ് ഒക്കെ ചെയ്തിട്ട് ഇത് പാവപ്പെട്ട ഈ ആഫ്രിക്കയിലുള്ള കുട്ടികൾക്ക് അയച്ചു കൊടുക്കും. അത് ചെയ്യുന്നത് ഇവിടെ ഒരു കിസ്വ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട് യുഎയിൽ. അപ്പോൾ അവരുമായിട്ട് ചേർന്നിട്ടാണ് ഈ കുട്ടികൾ ചെയ്യണത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ കുട്ടികളെ ഇൻവോൾവ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അവരുടെ ഇൻക്ലൂസീവ്നെസ്, അവരെ നമ്മുടെ മെയിൻ സ്ട്രീമിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ചെയ്യുന്ന ഓരോ പ്രോജക്റ്റും ആ കുട്ടികളെ, ഈ ചിൽഡ്രൻ ഓഫ് ഡിറ്റർമിനേഷനെ, ഞാൻ അവരെ വിളിക്കുന്നത് ചിൽഡ്രൻ ഓഫ് ഏഞ്ചൽ എന്നാണ്. വീടുകളിലെത്തി ഉപയോഗിച്ച വസ്ത്രങ്ങൾ ശേഖരിച്ച് ആഫ്രിക്കയിലെയും മറ്റുമുള്ള അർഹരായവർക്ക് എത്തിക്കുകയാണ് ബൈറ്റ് കൂട്ടായ്മ ചെയ്യുന്നത്. കൂട്ടായ്മയിലെ കുരുന്നുകളെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കി അവരുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്കും ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുക എന്നതിനുമാണ് കൂട്ടായ്മ ലക്ഷ്യമിടുന്നത്. ഓർഗനൈസേഷൻ ഉണ്ട്, കിസ്വ എന്ന് പറഞ്ഞിട്ട്. അവർ യൂസ്ഡ് ക്ലോത്ത്സ് ഒക്കെ ഒരുമിച്ച് കളക്ട് ചെയ്തിട്ട് അത് നന്നായിട്ട് ക്ലീനും വാഷൊക്കെ ചെയ്തിട്ട് അവർ ആഫ്രിക്കയിലേക്ക് ഷിപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ കുറേ കുട്ടികൾക്കൊക്കെ പുതിയ ക്ലോത്ത്സ് ആയിട്ട് കിട്ടും. സോ അതാ അവരുടെ ഡ്രൈവ്. ഇതിൽ 2-3 സംഭവങ്ങളുണ്ട്. ഒന്ന് പറഞ്ഞാൽ പിള്ളേർ തന്നെ അവർക്കൊരു ഇൻഡിപെൻഡൻസ് കാണും. പിള്ളേരൊക്കെ കുറേ വീട്ടിലേക്ക് പോയിട്ട് അവർ ചോദിക്കും, എനിക്കൊരു ഓൾഡ് ക്ലോത്ത്സ് ഉണ്ടെങ്കിൽ അത് തന്നോളൂ, ഞാനത് ഡ്രൈവിന് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് സെക്കൻഡ്, അവർക്ക് ഒരു ഇൻക്ലൂഷൻ ഉണ്ട്. നോർമൽ ചിൽഡ്രൻ്റെ കൂടെ അവർ ഒരുമിച്ച് ഈ ഡ്രൈവ് നടത്തുന്നുണ്ട്. ആൻഡ് തേർഡ്, അവർക്കൊരു ക്യാഷ് ഇൻസെൻറ്റീവായിട്ട് കിസ്വ കൊടുക്കുന്നുണ്ട്. ഈച്ച് കിലോഗ്രാമിന് കിസ്വ 2 ദിർഹമായിട്ട് അവർക്ക് കൊടുക്കും. സോ അത് അവർക്കൊരു സസ്റ്റൈനബിലിറ്റി ആയിട്ട് അവർക്കൊരു നല്ല സംഭവം നടക്കുന്നുണ്ട്. ഉപയോഗിച്ച വസ്ത്രങ്ങൾ ഉപേക്ഷിക്കാൻ ഒരുങ്ങുന്നവരോട് അത് ഉപകാരപ്പെടുന്നവർക്ക് നൽകാനുള്ള അവസരമുണ്ടെന്നും ചെറുതെന്ന് തോന്നുന്ന പല പ്രവൃത്തികളും സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചടക്കം ഈ കുരുന്നുകൾ ആളുകളെ ബോധ്യപ്പെടുത്തിയടക്കമാണ് വസ്ത്രങ്ങൾ ശേഖരിക്കുന്നത്. So many people of determination, parents who have come on board and supporting at the causes that we have taken up. Basically, we are looking at giving a life skills exposure to our people of determination. We do not want to call them children because ultimately what we are looking for them is independence and acceptance into the society. So I think we are trying a little bit whatever we can do possible and actually promoting inclusion in the true sense. So we keep on doing activities which engage them proactively. One of the drives that we do is Kiswa Drive. We are collaborated with Kiswa. The main motive is to collect used items, used old clothes, shoes, bags, and recycle them and then send them across to Africa. വസ്ത്രങ്ങൾ ശേഖരിച്ച് കിസ്വ എന്ന സംഘടനയ്ക്കാണ് കൈമാറുന്നത്. അവർ ആവശ്യക്കാരിലേക്ക് എത്തിക്കും. സഹജീവി സ്നേഹം വളർത്താനും നിർധനരെ സഹായിക്കാനുമുള്ള ഇവരുടെ മനസ്സുകണ്ട കിസ്വ ഇവർക്കൊപ്പം
കൂടെ നിൽക്കുകയാണ്. ഇതുവരെ ഇവർ 700 കിലോ വസ്ത്രങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. വസ്ത്രങ്ങൾ വാങ്ങുന്നത് മുതൽ പാക്ക് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ ഈ മിടുക്കർ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. I did Kiswa. I apply for heavy outing to college trying to Africa. Kiswa Jive, I donate the clothes. I donate the clothes and to donate the clothes for the Kiswa Jive and to donate the go to the van and put all this thing in the van. കുട്ടികളുടെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുമായി മാതാപിതാക്കളും ഒപ്പമുണ്ട്. തങ്ങളുടെ മക്കൾ ലോകത്തിന് തന്നെ മാതൃകയാകുന്നതിന് സന്തോഷത്തിലാണ് ഇവർ. In the first drives, 26 PODs who participated, 24 volunteers who are neurotypical children, and in the second drive we were almost 12 volunteers and 20 children, people of determination. And you should see the kind of enthusiasm that they have. We asked the parents to take a back step. It was only collaboration between the people of determination and the volunteers. ഇന്ന് ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുമായി UAE വിവിധ കൂട്ടായ്മകളും രംഗത്തുണ്ട്. ഇത്തരത്തിൽ മക്കളുടെ പ്രവർത്തനങ്ങൾ ലോകമറിയുന്നത് നൽകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാനാകില്ല എന്നിവർ പറയുന്നു. അതോടൊപ്പം ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് ചെറിയ സമ്മാനവും കിസ്വ ഓരോരുത്തർക്കും നൽകുന്നുണ്ട്. അത്തരത്തിൽ സ്വയം പര്യാപ്തരാകാനുള്ള പ്രോത്സാഹനം ഈ കുരുന്നുകൾക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. എല്ലാവരും ഒന്നായിട്ട് they are going together, so that is the beauty of the whole program. And second ആയിട്ട് as we say ഇവർക്കെല്ലാവർക്കും ഒരു മണി കിടച്ച, so they are very very proud of themselves. so അതൊരു കോൺഫിഡൻസ് ആയിട്ട് മേലേക്ക് വരുന്നുണ്ട്. അവർ എല്ലാ ഇടത്തേയും പോയിട്ട് പറയുന്നുണ്ട് എനിക്ക് 100 dirhams കിട്ടി. so it is very very proud moment for them. so they say okay, I am going to treat my parents today. so അതെല്ലാം ഒരു ചെറിയ ചെറിയ സന്തോഷമല്ലേ. so that is what is very very exciting when you see at the end of the day the kind of satisfaction which these children are getting and the parents are getting out of the whole situation is amazing. ഇത്തരത്തിലുള്ള കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് കുട്ടികളെ അടുപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും ഇനിയും ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും ബൈറ്റ് കൂട്ടായ്മ അംഗങ്ങൾ പറയുമ്പോൾ അവരുടെ കണ്ണുകളിൽ സന്തോഷത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും തെളിച്ചം കാണാമായിരുന്നു. ഖത്തറിൽ നടന്ന പാരമ്പര്യ പായ്ക്കപ്പൽ മേളയുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി. ഖത്താറ ധൗ ഫെസ്റ്റിവലിലേക്ക്. മുത്തുവാരിയും മത്സ്യബന്ധനം നടത്തിയും ജീവിതം നയിച്ചിരുന്ന പഴയ തലമുറയിൽ പത്തേമാരികൾ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. നാഗരിക വളർച്ചയുടെ നാൾവഴികളിൽ വിനോദയാത്രയ്ക്കും ആഡംബരത്തിനും ഉൾപ്പെടെ പത്തേമാരികൾ സജീവമായി രംഗത്തുണ്ടായിരുന്നുവെങ്കിലും പ്രതിസന്ധികൾ നിറഞ്ഞ പൂർവ്വകാല ജീവിതത്തിന്റെ തുടർച്ചയെന്ന നിലയിൽ കൂടിയാണ് അറബ് സമൂഹം പത്തേമാരികളെ കാണുന്നത്. ഈ പാരമ്പര്യം പുതുതലമുറയിലേക്ക് എത്തിക്കുക എന്ന വലിയ ലക്ഷ്യവുമായാണ് തുടർച്ചയായ 6ാം വർഷവും ഉരു ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. ഇന്ത്യയിൽ നിന്നും വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമുള്ള 250-ലേറെ ഒരു നിർമ്മാതാക്കളും പ്രതിനിധികളും പ്രദർശനത്തിൽ പങ്കെടുത്തു. പ്രദർശനത്തോടനുബന്ധിച്ച് സന്ദർശകർക്കായി ഇത്തവണ കൂടുതൽ മത്സരങ്ങളും ഒരുക്കിയിരുന്നു. ബോട്ട് യാത്രകൾ, നാടൻ ഭക്ഷ്യശാലകൾ, പരമ്പരാഗത ഉൽപ്പന്നങ്ങളുടെ സ്റ്റാളുകൾ എന്നിവയ്ക്ക് പുറമെ എല്ലാ ദിവസവും സംഗീത പരിപാടികളും അരങ്ങേറിയിരുന്നു. പഴയ തലമുറയുടെ ഓർമ്മകളും അവശേഷിപ്പുകളും അതുപോലെ പുനരാവിഷ്കരിക്കുന്നതായിരുന്നു ഖത്താറ പായ്ക്കപ്പൽ മേള. പത്തേമാരികളിൽ ഒരുപാട് കടൽ ദൂരങ്ങൾ താണ്ടി മറ്റ് രാജ്യങ്ങളുമായി വാണിജ്യബന്ധം സ്ഥാപിക്കുകയും കടലാഴങ്ങളിൽ നിന്ന് മുത്തുവാരി പ്രൗഢിയുടെ ആഡംബര മികവ് ലോകത്തെ കാണിക്കുകയും ചെയ്ത ഒരു തലമുറയുടെ ജീവിതം ഇതൾ വിരിയുന്ന കാഴ്ചകൾ.
മനുഷ്യപ്രയത്നത്തിന്റെ തലമുറകൾ നീണ്ട ആ പാരമ്പര്യത്തോടൊപ്പം അറബ് ജനത അണയാതെ സൂക്ഷിക്കുന്ന സാമൂഹിക മൂല്യങ്ങളും പൈതൃകവുമെല്ലാം പുതുതലമുറയിലുള്ളവർക്ക് ഇവിടെ നിന്ന് അനുഭവിച്ചറിയാം. ഖത്തറിന് പുറമെ സൗദി അറേബ്യ, UAE, ബഹ്റൈൻ, ഒമാൻ, കുവൈത്ത്, ഇറാഖ്, ഇന്ത്യ, ടാൻസാനിയ, പലസ്തീൻ, ഇറാൻ എന്നീ രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ കൂടുതൽ നിറപ്പകിട്ടോടെയാണ് ഇത്തവണത്തെ ആഘോഷം. വളരെ പ്രത്യേകതകളൊക്കെ ഉണ്ട്. നല്ല ആൾക്കാരുണ്ട്, പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. ഒമാന്, ഖലീജ് കംപ്ലീറ്റ് ആൾക്കാരുണ്ട്. സമുദ്ര പൈതൃകം പ്രതിഫലിപ്പിക്കുന്നതിനായി മീൻവല നെയ്യുന്ന വിധം, ചെറുപായ്ക്കപ്പൽ നിർമ്മാണം, പനയോല കൊണ്ട് വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന വിധം എന്നിങ്ങനെ വിവിധ വിഷയങ്ങളിലുള്ള വിദ്യാഭ്യാസ ശില്പശാലകളും മേളയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. Do it for some trees, some like ropes. We will take some from the tree, some things like ropes, and we will do it. മേളയിലെ ഇന്ത്യയുടെ പ്രാതിനിധ്യം ഇത്തവണയും പതിവ് പോലെ കോഴിക്കോട് ബേപ്പൂരിലെ പരമ്പരാഗത ഒരു നിർമ്മാതാക്കളായ ഹാജി PI മുഹമ്മദ് കോയ എന്ന കമ്പനിക്ക് തന്നെ. ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോഴിക്കോടും ഖത്തറും തമ്മിലുള്ള നൂറ്റാണ്ടുകൾ നീണ്ട ആത്മബന്ധം അദ്ദേഹം പങ്കുവച്ചു. ലാസ്റ്റ് 14 ഇയേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഖത്തർ ഗവൺമെൻറ് ഇന്ത്യയിൽ നിന്ന് ഞങ്ങളാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ ഖത്തറായിട്ട് പഴയ ബന്ധമാണ്, ഏകദേശം ഒരു 70-80 ഇയേഴ്സ് ഓൾഡ് കണക്ഷനാണ്. ഇത് ഇവിടെ ഉണ്ടാക്കിയതാണ്, ലോക്കൽ ഉണ്ടാക്കിയതാണ്. ബേപ്പൂരിൽ നിന്നുള്ള ടീം വന്നിട്ട് ഇവിടെ ബേപ്പൂരിലുള്ള ആൾക്കാർ തന്നെയാണ് നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നത്. ഒമാനിൽ നിന്നും മേളയിൽ പങ്കെടുക്കാനെത്തിയ മുഹമ്മദ് യാക്കൂബിന് കേരളത്തിൽ നിന്നുള്ള ടെലിവിഷൻ ചാനലാണ് എന്നറിഞ്ഞപ്പോൾ അതിയായ സന്തോഷം. Kerala people good. Kochi, Calicut, kullu good. Kerala kullu good. ഖത്തറിൻ്റെ പഴയ പൈതൃകങ്ങളും അതിനെക്കുറിച്ചിട്ടുള്ളൊക്കെ കൂടുതൽ നമുക്ക് അറിയാനും അതുപോലെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അറിയാനും വലിയ ഉപകാരമാണ്. തനത് അറബ് വിഭവങ്ങൾ രുചിച്ചറിയാനുള്ള ഫുഡ് പവലിയനുമുണ്ട് ഇവിടെ. നിറയെ മലയാളി സാന്നിധ്യം. അറബി വീട്ടിൽ നിന്ന് പരമ്പരാഗത ഭക്ഷ്യവിഭവങ്ങളുമായി എത്തിയ പട്ടാമ്പിക്കാരനായ ബഷീറും സംഘവും അറബ് മന്തിയും മജ്ബൂസുമൊക്കെ പരിചയപ്പെടുത്തി. മഗറൂബ, ചിക്കൻ ബിരിയാണി, മജ്ബൂസ്, വറകാനം, അങ്ങനത്തെ ഐറ്റംസിലാണ് അറബി ഫുഡ് കൊടുക്കുന്നത്. അറബ് സമൂഹത്തിന്റെ സമ്പന്നമായ കലാവിഷ്കാരങ്ങൾ ആസ്വദിക്കാനും മേളയിൽ അവസരമുണ്ടായിരുന്നു. അൽ നഹ്മ, അൽ ഫിജിരി ഉൾപ്പെടെയുള്ള സമുദ്ര കലാരൂപങ്ങളും ഗൾഫ് മേഖലയുടെ സമുദ്ര സാംസ്കാരിക വൈവിധ്യം ഉയർത്തിക്കാട്ടിയുള്ള ഒമാനി സമുദ്രകലകളും സന്ദർശകരുടെ മനം കവരുന്നതാണ്.